നമുക്ക് അലീനയുടെയും മനുഷ്യങ്കന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അലീന രാവിലെ ഉറക്കണീറ്റ് വന്ന ഉടനെ മുത്തശ്ശിയുടെ കാല് തൊട്ട് വന്ദിക്കണം. അത് കണ്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എന്താ മോളെ ഇത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കണം എന്ന് ചോദിക്കുക. ഇത് പിന്നെ എൻ്റെ മുത്തശ്ശിയല്ലേന്ന് ചോദിക്കുക. മുത്തശ്ശിയോ, ഞാൻ നിന്റെ മുത്തശ്ശിയാന്ന് എങ്ങനെയാന്ന് ചോദിക്കുക. അതെ, മുത്തശ്ശി എന്നെ പേരക്കുട്ടിയായിട്ട് കണ്ടാൽ മതി, അപ്പം ഞാൻ മുത്തശ്ശി, അപ്പം മുത്തശ്ശി എൻ്റെ മുത്തശ്ശി ആവില്ലേന്ന് ചോദിക്കുക. ഓ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക, ഞാൻ എൻ്റെ മോളായിട്ട് തന്നെ കാണാം, അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ, നീ എൻ്റെ കൊച്ചുമോളാവില്ലേന്ന് ചോദിക്കണം. അത് ശരിയാന്ന് പറയണം. പിന്നീട് അലീന പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് പോയി കുളിയെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് വരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് നേരെ ബാത്റൂമിലേക്ക് പോവാണ്. അങ്ങനെ ബാത്റൂമിലേക്ക് പോയി ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് മണിശങ്കർ അങ്ങോട്ടേക്ക് വരുന്നത്. മണിശങ്കർ വന്ന് മുറി ആകെപ്പാടെ നോക്കി അത്ഭുതം തോന്നി. ഇതെങ്ങനെ സംഭവിച്ചു ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. പിന്നീട് അവിടെയൊക്കെ എന്ന് മുറിക്കാത്തോടെ അങ്ങോട്ടും നടക്കുവാണ്. ഈ സമയം ഭാനുമതി മുത്തശ്ശി വെച്ചു, എന്താടാ നീ നോക്കണേ. മുത്തശ്ശി, എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ടെന്ന് പറയണ. ഇന്നലെ വരെ ഈ മുറിയിലേക്ക് കാലെടുത്ത് വയ്ക്കാനായിട്ട് ആരും ഒന്ന് അറയ്ക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഇതെന്തോ ഒരു പുതിയ ലോകത്തിൽ എന്ന് പെട്ട പോലെ ആണല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എല്ലാം ആ പെങ്കൊച്ചിന്റെ പരിപാടിയാ, എങ്ങനെയുണ്ടാ കൊച്ചെന്ന് ചോദിക്കാം. 100-ൽ 100 മാർക്കും കൊടുക്കുക, സൂപ്പർ അവളെന്ന് പറയണ. ഇത് കേട്ടപ്പോൾ മനുഷ്യൻ പറഞ്ഞു, അപ്പം ഞാൻ കൊണ്ടുവന്ന് ഒരിക്കലും ഫെയിലിയർ ആയി പോയില്ലല്ലേ എന്ന് ചോദിക്കണം. ഇല്ലട മോനെ, നീ എനിക്ക് കൊണ്ടുതന്ന മുത്ത അവളെന്നൊക്കെ മുത്തശ്ശി പറയണ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന കുളി കഴിഞ്ഞങ്ങോട്ടേക്ക് ഇറങ്ങുന്നേ. മനുഷ്യങ്ങനെ കണ്ടത് പെട്ടെന്നൊരു ഞെട്ടലൊക്കെ ഉണ്ടായി. പിന്നീട് അലീനയെ കണ്ടത് മനുഷ്യങ്കർ എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു, അല്ല നീ എന്താ അലീന ഇവിടെ കാണിച്ചു വെച്ചിരിക്കണമെന്ന് ചോദിക്കുക. അലീന പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ ഇങ്ങനെ നോക്കണം. എന്താ മുന്നോട്ട് എന്താ കാര്യം എന്താന്ന് ചോദിക്കുക. അത് പിന്നെ ഈ മുറിയൊക്കെ തൂത്ത് വൃത്തിയാക്കിയിരിക്കുന്നു, ഇത് കണ്ടോ, ഇവിടെ എല്ലാം അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നു, എല്ലാം തുടച്ചു പെറുക്കി വെച്ചിരിക്കുന്നു. ഞങ്ങളിതൊക്കെ തൂത്ത് പെറുക്കാതെ അടിച്ചു വാരാതൊക്കെ ഇട്ടിരുന്നല്ലേ, എന്താണെന്നറിയാവോ, മുത്തശ്ശി എത്രയും പെട്ടെന്ന് അങ്ങോട്ട് മുകളിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. മുത്തശ്ശി ആണെങ്കിൽ മരണം കാത്ത കിടക്കുന്ന കിടപ്പ് കണ്ടില്ലായിരുന്നു, എന്നിട്ട് നീ ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കണം. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് എന്ത് മറുപടി പറയണം നടത്തില്ല. ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, എടാ മതി ഇങ്ങോട്ട് വന്നേന്ന് പറയണം. അതെ, നീ കൂടുതൽ ഇനി അവളെ ഒന്നും പറയണ്ടെന്ന് പറയണം. ഈ സമയത്ത് മനുഷ്യങ്ങനെ നോക്കണം അലീന. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എടാ ഒരു നല്ല വാക്ക് നീ അവളോട് പറഞ്ഞോ, അതിന് പറഞ്ഞ് നീ എന്തൊക്കെ കുരുത്തക്കളോടാണ് പറഞ്ഞു ഒപ്പിക്കണമെന്ന് ചോദിക്കാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മനുഷ്യങ്കർ ചിരിച്ചു. പിന്നീട് അലീനയോട് പറഞ്ഞു, തന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ അലീന, താങ്ക്സ് എന്ന് പറയണേ. എൻ്റെ മുത്തശ്ശിക്ക് വേണ്ടി ഇതെങ്ങനെ ചെയ്തേ, ഇതേ താനിങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ എൻ്റെ മുത്തശ്ശിയിലൂടെ ഓടി നടക്കൂ കേട്ടോ. മിക്കവാറും മുത്തശ്ശിയുടെ ഡാൻസും കൂടെ ചെയ്യും. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മുത്തശ്ശി ആള് പൂർവാധികം ഉഷാറാവത്തില്ലേ എന്നൊക്കെ ചോദിക്കണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ അലീനയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വന്നു. അപ്പോഴേക്കും മനുഷ്യങ്ങൾ മുത്തശ്ശിയോട് പറഞ്ഞു, എന്നാ മുത്തശ്ശി ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുക. നീ രാവിലെ എങ്ങോട്ടാ ഇതൊക്കെ ഇട്ടോണ്ട്? പോവണ്ടേ, എനിക്കൊരു ചെറിയ ജോലിയാണെങ്കിലും ഇല്ലേ, പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയണം. ഓ അങ്ങനെയാണല്ലേ, അന്ന് ഞാൻ പോയിട്ട് വരാം മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെ കൊടുത്തിട്ടാണ് മനുഷ്യങ്കർ ഇങ്ങോട്ട് ഇറങ്ങണ സമയത്ത് അലീനയോട് പറഞ്ഞു, അലീന അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട്, എന്നെ മുത്തശ്ശി ഇതുപോലെ തന്നെ നോക്കണം കേട്ടോ, അപ്പോൾ ബൈ, നമുക്ക് പിന്നെ കാണാം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പിന്നീട് അലീന അങ്ങോട്ട് മുത്തശ്ശിയുടെ അരിയിൽ ചെന്നപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, കണ്ടോ അവൻ പാവാ, അവൻ എവിടെ പോയാലും എന്നോട് വന്ന് യാത്ര പറഞ്ഞിട്ടേ പോവുള്ളൂ. അതുപോലെ തന്നെ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിന്ന് വിളിച്ചുകൊണ്ട് ഓടി ഇങ്ങോട്ടേക്ക് വരും. പിന്നെ സംസാരമായി ചിരിയായി അവൻ ഇവിടെയുള്ളത് എനിക്ക് എത്രമാത്രം ആശ്വാസമാണെന്നറിയാവോ, പാവാ എൻ്റെ കുട്ടി എന്നൊക്കെ മുത്തശ്ശി പറയാണ്. ആ സമയത്ത് രാവിലെ വൈജയന്തി എഴുന്നേറ്റ് വന്നു കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിളിലേക്കൊക്കെ നോക്കുകയാണ്. പിന്നീട് അവിടെ കിടന്ന് കുഞ്ഞുമോളെ എന്ന് കിടന്ന് അലറി വിളിക്കുകയാണ്. അപ്പോഴേക്കും വേലക്കാരി അങ്ങോട്ടേക്ക് വന്നു. വേലക്കാരുടെ പേരാണ് കുഞ്ഞുമോള്. കുഞ്ഞുമോള് വന്നു കഴിഞ്ഞ് ചോദിച്ചു, എന്താ കൊച്ചമ്മ, എന്താ കാര്യം എന്താന്ന് ചോദിക്കുക. എടി നീ കുട്ടികൾക്ക് കൊണ്ടാളുടെ ടിഫിനൊക്കെ എടുത്തു വെച്ചോ? ഇല്ല എടുത്തു വെച്ചില്ല എന്ന് പറയണ. നീ ഇതൊന്നും ചെയ്തില്ലേ, അവരുടെ പാത്രം പോലും കഴിയില്ല, അവർക്ക് കൊണ്ടാൽ ലഞ്ചും കാര്യങ്ങളൊക്കെ. അതിനൊക്കെ സമയമുണ്ടല്ലോ, എവിടെ സമയമുണ്ടെന്ന്. എടി നീ ടേബിളിലേക്ക് കൊണ്ടുപോയി ആഹാരം എടുത്ത് വെച്ചോന്ന് നോക്കിയാ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തു വെക്കാം. നിങ്ങൾ നോക്ക്, എനിക്ക് 2 കൈയല്ലേ ദൈവം തന്നിട്ടുള്ളൂ, 4 കൈയും തന്നിട്ടില്ലോ, അതൊക്കെ ചെയ്യാന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നീ എന്താടി അഹങ്കാര വർത്താനം പറയണമെന്ന് ചോദിക്കാം. അത് കൊച്ചമ്മ അഹങ്കാര വർത്താനം പറഞ്ഞല്ല, കൊച്ചമ്മയുടെ സ്വഭാവത്തിന് ഞാനാ ഇവിടെ നിൽക്കത്തുള്ളൂ, വേറെ ഏത് പെണ്ണുങ്ങൾ വന്നാൽ 2 ദിവസം തയ്ക്കില്ല, 2 അന്നവർ ഇട്ടെറിഞ്ഞിട്ട് ഇവിടുന്ന് ഓടിപ്പോകുമെന്ന് പറയണം. അത് കേട്ടപ്പോൾ വൈജയന്തി ഒന്നും മിണ്ടിയില്ല. പിന്നീട് വൈജയന്തി പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് പോയി കുട്ടികൾക്ക് കൊണ്ടാളാ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് വെക്കുക, പറഞ്ഞു കേട്ടല്ലോ, ഇതൊക്കെ നിന്നോട് ഇനി പറഞ്ഞു ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞോളെ അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ വൈജയന്തിയുടെ മൂത്ത മോൾ അങ്ങോട്ടേക്ക് വരികയാണ്. വന്നു കഴിഞ്ഞപ്പോൾ അവളോട് ചോദിച്ചു, നീ ഇന്ന് കോളേജിൽ പോകണില്ലെന്ന് ചോദിക്കും. പോകുന്നുണ്ട്, എന്നിട്ടാണ്ട് നീ ഇങ്ങനെ നിൽക്കണമെന്ന് ചോദിക്കുക. പിന്നെയോ, എടി
നിനക്ക് കൊണ്ടാളെ ലഞ്ച് കൊണ്ടാളെ പാത്രമൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചോ, എങ്കിലല്ലേ കുഞ്ഞോൾക്ക് അത് കഴുകി അതിനകത്ത് ലഞ്ചൊക്കെ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാം. എൻ്റെ അമ്മ എടുത്തു വെച്ചോളാം, സമയമുണ്ടല്ലോ, എപ്പോൾ എടുത്തു വെക്കൂന്ന്. എടുത്തു വെക്കാന്ന് പറയുന്നതല്ലാതെ നീ കൊണ്ടുവന്ന് വെച്ചോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും ഇളയ പെൺകുട്ടി അങ്ങോട്ടേക്ക് വരികയാണ്. അവളെ കടന്ന് ചോദിച്ചു, എടി നിനക്കന്ന് സ്കൂളില്ലേന്ന് ചോദിക്കും. എന്താ അമ്മേ, സ്കൂളിന് വല്ല അവധിയാണ്, പബ്ലിക് ഹോളിഡേ എങ്ങനെ ആക്കിയോന്ന് ചോദിക്കും. ഇത് ഒരെണ്ണം കൂടെ വെച്ച് തന്നാണ്ടല്ലോ. എടി നിന്റെ ബുക്കും പുസ്തകമൊക്കെ അല്ലടി ആ ടേബിളിൽ കൂടെ എല്ലാം നിരന്ന് കിടക്കണേ, അതൊക്കെ അടുക്കി പെറുക്കി വെച്ചാൽ നിനക്ക് എന്താടി കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. എൻ്റെ അമ്മേ അതൊക്കെ ഞാൻ എടുത്ത് പെറുക്കി വെച്ചോളാം എന്ന് പറയണം. എന്നാൽ പെട്ടെന്ന് പോയി ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അവളെ കൂടെ പറഞ്ഞു വിടുവാണ്. അതിനുശേഷം മൂത്ത മോളോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പെട്ടെന്ന് റെഡിയായിട്ട് പോകാൻ നോക്കണം, ഇവിടെ തത്തിക്കളിച്ച് നിന്നേക്കരുതെന്നൊക്കെ പറയണം. അപ്പോഴേക്കും ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയത്ത് വൈജയന്തിയുടെ ഫോണിലേക്ക് ശിവശങ്കരൻ വിളിക്കുകയാണ്. ശിവശങ്കരൻ വിളിച്ചിട്ട് പറഞ്ഞു, അതെ വൈജയ്, ഞാൻ നാളെ പോവും, നീ ഇന്നും കൂടെ വരുമോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ വന്നേക്കാം ശിവേട്ടാന്ന് പറയണം. അല്ല പുതിയ വേലക്കാരി എങ്ങനെയുണ്ട്, അമ്മയെ നോക്കാൻ വന്നേ. കുഴപ്പമില്ല, നല്ല കുട്ടിയാന്ന് പറയണം. അതെ അമ്മയെ കൊണ്ടുപോകുന്നുണ്ടോ നീ പോകുമ്പോൾ വൈജയെന്ന് ചോദിക്കാം. ഞാൻ നോക്കട്ടെ, എന്ത് ചെയ്യണമെന്ന് നോക്കട്ടെ എന്നൊക്കെ പറയണം, ഞാൻ വന്നിട്ട് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുവാണ്. ബാലചന്ദ്രനെ കണ്ടതും വൈജയന്തി ചോദിച്ചു, അല്ല ബാലചന്ദ്രൻ ഇപ്പോൾ ആഹാരം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് നീ കഴിച്ചിട്ട് പോയിക്കോ, പിന്നെ എപ്പോൾ കഴിക്കാനാ, ഇപ്പോഴാണ് ഞാൻ എടുത്തു തരാമെന്ന് പറയാം. വേണ്ട വൈജയ്, നീ ഒന്ന് കഴിച്ചിട്ട് പോയാൽ മതി. അല്ല നീ എന്താ ഇത്ര നേരത്തെ പോന്നേ? അതെ എനിക്ക് കുറച്ച് ഫീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, 2-3 സൈറ്റ് നോക്കണം. പറഞ്ഞിട്ട് കാര്യമില്ലോ, ലോൺ സെക്ഷൻ മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ആ പോസ്റ്റിലിരിക്കാന്ന് പറഞ്ഞാൽ എന്നൊക്കെ വൈജയന്തി പറയണം. അത് കേട്ട് ഞാൻ ബാലേന്ദ്രൻ പറഞ്ഞു, അതിനിപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സമയം മൂത്ത പെങ്കുച്ചു പറഞ്ഞു, അമ്മയ്ക്ക് അല്ലേലും ഇങ്ങനെ തന്നെയാണ്, അമ്മയ്ക്ക് രാവിലെ പോകുമ്പോഴും വൈകുന്നേരം തിരിച്ചു കയറി വരുമ്പോഴും ഈ വീടെടുത്ത് തിരിച്ചു വെക്കുന്നൊരു പ്രതീതിയാണ്, ഒച്ചപ്പാടും ബഹളോ, അതെടുത്ത് വെക്കുക ഇതെടുത്ത് വെക്കുക. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അത് മോള് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ് എൻ്റെ വൈജയ്, നീ ഇതൊക്കെ പറഞ്ഞില്ലേലും ഇവരിതൊക്കെ ചെയ്തോളും, പിന്നെ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് അരച്ചു കൂട്ടുന്നേ, വെറുതെ ഒരു പ്രയോജനമില്ലാതെ. അല്ല രോഹിത് എന്തിയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട വൈജയന്തി പറഞ്ഞു, അവന് എഴുന്നേറ്റിട്ടില്ലെന്ന് പറയണം. അവനിന്ന് കോളേജിൽ പോകണില്ലേ? കോളേജിൽ പോകുന്നുണ്ടെന്നാ പറഞ്ഞേ, ഇതുവരെയായിട്ട് അവനവിടെ എഴുന്നേറ്റിട്ടില്ല. പിന്നീട് മൂത്ത മോളോട് പറഞ്ഞു, നീ അവനെ പോയിന്ന് വിളിക്കുക, ദേ സമയം പോവാന്നൊക്കെ പറയണം. അങ്ങനെ വൈജയന്തി ഇരുന്ന് ആഹാരം കഴിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, നീ ഒന്ന് കഴിച്ചിട്ട് പോയാൽ മാത്രം മതി, ഞങ്ങൾ എങ്ങനെയും പോയിക്കോളാം എന്നും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു, വൈകുന്നേരമായി, രാത്രിയായി കഴിഞ്ഞപ്പം രാത്രി ആഹാരം അലീന കഴിക്കുകയാണ്. അടുക്കളയുടെ ആ സൈഡിൽ വന്നിരുന്നിട്ട് ഒരു മൂലയ്ക്ക് വന്നിരുന്നിട്ട് കഞ്ഞിയും ചമ്മന്തിയും ഒക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കഞ്ഞിയും ചമ്മന്തി അച്ചാറും കൂട്ടി കഴിച്ച് കഞ്ഞിവെള്ളവും കുടിച്ചിട്ട് അലീന ആ പ്ലേറ്റ് കൊണ്ടുപോയി സിങ്കിനകത്തേക്ക് വെച്ച് കഴുകാൻ തുടങ്ങുമ്പോഴത്തേനും കമല അങ്ങോട്ടേക്ക് വരുവാണ്. കമല വന്നിട്ട് ചോദിച്ചു, നിനക്ക് ഇത്ര സമയം വേണ്ടി ആഹാരം കഴിക്കാണ്ടെന്ന് ചോദിക്കണം. അത് പിന്നെ ഞാൻ അതെ കൂടുതലൊന്നും പറയണ്ട, ആ പ്ലേറ്റ് കഴുകി വെച്ചിട്ട് മാത്രമല്ല അവിടെ സിങ്കിനകത്ത് കുറേ പ്ലേറ്റ് ഉണ്ടല്ലോ എന്ന് പറയണം, പാത്രങ്ങളൊക്കെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ച് ഇവിടെയെല്ലാം തൂത്ത് വൃത്തിയാക്കി അടുക്കള ഡൈനിങ് ഹാളും കൂടെ തൂത്ത് ഉടച്ചിട്ട് കിടന്നുറങ്ങാൻ പോളൂ എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, അതൊക്കെ ഞാൻ ചെയ്തോളാം, ചെയ്യില്ലെന്ന് പറഞ്ഞില്ലല്ലോ, ചെയ്യണം, ചെയ്യാതിരിക്കരുത്. നിനക്ക് ഇവിടെ മാസാമാസം ശമ്പളം തരണ്ടേ, ശമ്പളം തരുന്നതിനുള്ള ജോലിയൊക്കെ ഞാൻ ചെയ്യിക്കണ്ടേ, അതോടൊപ്പം തന്നെ അത് മാത്രമാണോ? നിനക്ക് ഇവിടെ അധികം പണിയൊന്നും ഇല്ലെന്നറിയാം, അമ്മയെ നോക്കുന്ന അത്ര വലിയ മാരക പണിയൊന്നുമല്ല, അപ്പോൾ ഇവിടെ അടുക്കളയിലെ ജോലിയും കൂടെ ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയണം. അങ്ങനെ കമല അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും പാത്രം നേക്കാൻ തുടങ്ങി അലീന. എന്നിട്ട് ആ സമയത്താണ് ഹരിശങ്കർ അങ്ങോട്ടേക്ക് വരുന്നത്. ഹരിശങ്കർ ഇങ്ങനെ അടിമുടിയൊന്ന് നോക്കി, അലീനയ്ക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. പിന്നീട് ഹരിശങ്കർ പറഞ്ഞു, അതെ വൈകുന്നേരം മുറിയുടെ വാതിലും വന്ന് ഞാൻ മുട്ടും, ആ സമയത്ത് കഥ തുറന്ന് എൻ്റെ അടുത്തേക്ക് വരണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അലീന ഒരു ഞെട്ടലോടുകൂടി നോക്കണം. പറഞ്ഞാൽ മനസ്സിലായല്ലോ, വൈകുന്നേരം ഞാൻ കഥകയും വന്ന് മുട്ടും, അപ്പം എൻ്റെ അടുത്തേക്ക് വന്നേക്കണമെന്ന്. അങ്ങനെ അത് പറഞ്ഞിട്ട് അവരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ അലീന ഒരു നിമിഷം ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ്. ഹരിശങ്കർ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്. അതിന് ശേഷം അടുക്കള ജോലികളെല്ലാം തീർത്ത് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ചോദിച്ചു, അല്ല മോളെ നിനക്ക് ആ കമല ആഹാരം വല്ലതും തന്നെന്ന് ചോദിക്കണം. തന്നു മുത്തശ്ശി എന്ന് പറയാം, വളിച്ചതും പൊളിച്ചതൊക്കെയാണ് തന്നെ. അല്ലാന്ന് പറയണം. അവളുടെ സ്വഭാവം ഏതിട്ട് പറയാൻ പറ്റില്ല, അവൾ അതല്ല അതിലപ്പുറം ചെയ്യുമെന്ന് പറയണം. അതൊന്നും അല്ല, കഞ്ഞിയും ചമ്മന്തി അച്ചാറും മുത്തശ്ശി കഴിച്ച പോലെ തന്നെ. അത്ര സമാധാനമുണ്ട്, പക്ഷെ അവളെ സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ പറയണം. എന്ത് ചെയ്യാനാ, ദുഷ്ടിയാന്ന് പറയണേ. അത് കേട്ട് കഴിഞ്ഞപ്പം അലീന പറഞ്ഞു, ഓരോരുത്തരുടെ സ്വഭാവം അങ്ങനെയൊക്കെയല്ലേ മുത്തശ്ശി, നമ്മൾ ഉപദേശിക്കുന്ന പോലെയാണോ? എൻ്റെ മോളെ നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ, അല്ല നിന്നെപ്പോലെ നീ മാത്രമുള്ളെന്ന് പറയണം. നിനക്ക് വയറ് നിറച്ചും കിട്ടിയല്ലോ അല്ലേ? വയറ് നിറച്ച് കിട്ടി, അല്ലെങ്കിൽ ഞാൻ അവിടെയാണെങ്കിൽ അധികം ആഹാരം കഴിക്കാറില്ല, കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ, വിശപ്പടങ്ങാൻ മാത്രമുള്ളേ, അത് മതിയില്ല മുത്തശ്ശി എന്നൊക്കെ പറയണം. മുത്തശ്ശി പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയും പെൺകുട്ടികളുണ്ടോ, എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം. ശരിക്കും പറഞ്ഞാൽ നീ ഒരു സംഭവം തന്നെയാന്ന് പറയണം.
നിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ടെന്ന് പറയാം. അതവിടെ പലീന് പറഞ്ഞു. മുത്തശ്ശി എന്താ പറയണേ? ഇതേ മുത്തശ്ശിയുടെ കുറേ നന്മകൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. മുത്തശ്ശി എൻ്റെ എല്ലാം അല്ലേ എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിക്ക് സമാധാനമായി. പിന്നീട് മുത്തശ്ശി കിടക്കുന്ന സമയത്ത് അലീനെ കിടക്കാൻ പോകുന്നതിനും മുത്തശ്ശിയുടെ നെറ്റിയിൽ ഇങ്ങനെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം. അല്ല എന്താ മോളെ നീ എന്താ പ്രാർത്ഥിച്ചെന്ന് ചോദിക്കണം അലീനയുടെ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞപ്പം. അതേ മുത്തശ്ശിക്കും ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും നന്മ വരണമെന്നാ. എൻ്റെ മോളെ നിന്നെ കൊണ്ടല്ലാതെ ഇങ്ങനെ വേറെ ആരെക്കൊണ്ടും ഒന്നും സാധിക്കില്ല എന്ന് പറയണം. അങ്ങനെ അലീന പോയി കുരിശ് മരിച്ചിട്ട് അലീന പോയി കിടക്കുവാണ്. പാതിരാത്രിയായ സമയത്ത് ഹരിശങ്കർ വന്ന് കഥകയും മുട്ടുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ അലീന കണ്ണു തുറന്നിങ്ങനെ കിടക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.